ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റിസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതിൽ മാത്രം നിങ്ങൾ നിൽക്കുക. അല്ലാതെ നിങ്ങളുടെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടോ ഒന്നും തന്നെ തീരുമാനമെടുക്കാതിരിക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആയിരിക്കാം, ചിലപ്പോൾ സുഹൃത്തുക്കളല്ലാത്ത ആരുടെയെങ്കിലും ആവാം. അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നമായിരിക്കാം നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും സൗഹൃദത്തിൻ്റെ പേര് പറഞ്ഞ് അതിൽ ജസ്റ്റിസ് അല്ലാത്ത കാര്യം ചെയ്യരുത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എല്ലാ കാര്യത്തിനും നീതിപൂർവം ഇടപെടണം എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ എന്തു പ്രശ്നം വന്നാലും നീതിപൂർവം മാത്രം ഇടപെടുക. തെറ്റ് ചെയ്തവർക്ക് കൂട്ടു നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ സമയം ആർക്കെങ്കിലും കോടതി സംബന്ധമായ എന്തെങ്കിലും കേസ് കിടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ളൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആരുടെ ഭാഗത്താണ് നീതി, അത്തരത്തിലൊരു വിധിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്നവരാണ്. ശരിക്കും സ്ട്രഗിൾ ചെയ്ത് ഒരു വിജയമുണ്ടായി എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഈ ഒരു നിലയിലെത്തുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം ഒരു വിജയമുണ്ടാകുമെന്നോ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമെന്നോ ഒന്നും പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയം അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ കുറേ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു പാഠം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം. പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം എന്തിനാണ് എനിക്കിത്രയും സ്ട്രഗിൾ തന്നത്, എനിക്ക് ഈ സ്ട്രഗിൾ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. നിങ്ങളത് കടന്നു പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു സ്ട്രഗിള് നല്ലതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ആ ഒരു പെയിൻ നല്ലതായിരുന്നു, അതിൽ നിന്നും എനിക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റി, എന്നെ കുറേ സ്ട്രെങ്തണാക്കി, എന്നെ കുറേ സ്പിരിച്വലാക്കി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വലിയ ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾ അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്ന കുറേയധികം സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ വളരെ ആലോചിച്ച് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്
ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ ആയ ഒരു എനർജിയാണ്. അതായത് പുതിയതായിട്ടൊരു കാര്യം നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതാവാം. അതുപോലെ ഇതിൽ നിങ്ങളൊരു വീടിൻ്റെ പ്ലാൻ വരപ്പിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ ഒരു വാഹനം വാങ്ങാൻ നിങ്ങൾ അഡ്വാൻസ് ചെയ്യുകയോ വാഹനം ബുക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ പുതിയൊരു കാര്യം തുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്ന അതിൻ്റെയൊക്കെ ഒരു ത്രില്ല് നിങ്ങൾക്കുണ്ടെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വിക്ടറിയാണ്. അപ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനമൊക്കെ കഴിഞ്ഞ് നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഒരു പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട അവസരം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയം നിങ്ങളെ അംഗീകരിച്ചേ മതിയാകൂ. കാരണം അത്രയും നല്ല പെർഫോമൻസ് നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ അത്രയധികം കൂടെയുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ പ്രമോഷൻ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അബണ്ടൻസിൻ്റെ ഒരു എനർജിയാണ്. ഈ സമയം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യം പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ ഒരു പുതിയ ക്രിയേഷൻ ഉണ്ട്. അതായത് നിങ്ങളായിട്ടൊരു പുതിയ കാര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ബിസിനസ് ട്രാവൽ നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ മാതൃകയാക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കാണെന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ഇത്രത്തോളം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങളിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പാസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കില്ല നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല, നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മറ്റുള്ളവരെ അത്രയധികം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സവിശേഷത നിങ്ങളിൽ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരിക്കും എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ വന്നു ചേരുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സമയമാണ്. അതുപോലെ ഈ ഒരു സമയം പൈസ സംബന്ധമായി ഒരു അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൊടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പൈസ സംബന്ധമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചിലപ്പോൾ ഈ സമയം ആരെങ്കിലും നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് നടക്കുമെന്നുള്ളതാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ വന്ന് ചേരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ലോൺ അടയ്ക്കാനുണ്ടാവാം,
അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പൈസ കൊടുക്കേണ്ടതാവാം. അപ്പോൾ അങ്ങനെ എന്തു തന്നെയായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ആ പൈസ നിങ്ങളുടെ കൈകളിലെത്തി നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു റിസൾട്ട് വരുന്നു എന്നുള്ളതാണ്. എന്തിനാണോ നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുത്തത് ആ ഒരു കാര്യത്തിന് ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് ഒരുപാട് ലാഭം ഈ ഒരു സമയം കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ വർക്ക് പ്ലേസിലൊക്കെ കുറച്ച് കൂടുതലായി നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് പൈസ ഈ ഒരു സമയം കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങളെടുത്ത എഫേർട്ടിന് പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലക്ഷറീസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു എനർജിയുമുണ്ട്. അതായത് ഡ്രസ്സ് എടുക്കുകയോ വില കൂടിയ ഫോൺ വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുകയോ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവരെ വളരെ സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഈഗോ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ മാറ്റിക്കളയുന്നു എന്നുള്ളതാണ്. അതുപോലെ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വളരെ സ്നേഹത്തോടെ വരാനും നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനും ഒക്കെ ഇവിടെ പറ്റുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് അവർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങളോട് പറയാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് മറ്റുള്ളവർക്കൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മാത്രമായി ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ചില ആൾക്കാർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന സ്നേഹം ഈ സമയം നിങ്ങളോട് പറയുന്ന ഒരു സാഹചര്യവും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. വളരെ സക്സസ്സും സന്തോഷവും നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് വളരെ മാജിക്കലായിട്ടുള്ള സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പോലും വിചാരിക്കാത്ത സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന, നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് ആ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന പ്ലാനിങ് പെർഫെക്റ്റായിട്ട് ഇപ്പോൾ നടത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ പ്ലാനിങ്ങുകളെല്ലാം വളരെ സക്സസ് ആയിട്ട് നടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കണം. ഏഞ്ചൽസിനും അസെൻഡിങ് മാസ്റ്റേഴ്സിനും ദൈവത്തിനുമൊക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ അല്ലെങ്കിൽ ഈ സമയം കിട്ടുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ശരിക്കും തീരുമാനമെടുക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുന്ന ഒരു എനർജി ഇതിലുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ അതിൽ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കാതെ ഒന്ന് ആലോചിച്ച് മാത്രം ചെയ്യുമെന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് എന്നിട്ട് വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങൾ സ്വീകരിക്കേണ്ടിയത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊരു പെർഫെക്റ്റായൊരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സമയമായിരിക്കാം. പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യാതെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗാർഡിയനോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ശക്തി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഒരു ട്രാപ്പിലും പെടുത്താതെ സംരക്ഷിച്ചു കൊള്ളുമെന്നാണ്. കാരണം യഥാസമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധി തരും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചില
തോന്നലുകളായിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ തരുമെന്നാണ് ഇതിൽ കാണുന്നത്. അതായത് നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കാത്ത വണ്ണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ആളുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മാരേജ് ഫിക്സ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ കുടുംബത്തിലൊരു വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാവാം, അല്ലെങ്കിൽ ഒരു വിവാഹം അനൗൺസ് ചെയ്യാനുള്ളൊരു സമയമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾ ഈ സമയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. കുട്ടികളെക്കുറിച്ച് കൂടുതൽ കൺസേൺ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വേണ്ടത്ര പരിഗണന കുട്ടികളുടെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം ഒരു കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, അവരുടെ കാര്യത്തിന്, അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് നല്ല അഡ്വൈസൊക്കെ കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഫാമിലിയോടൊപ്പം ഒരു ഔട്ടിങ്ങിന് പോവുകയോ അവരോടൊപ്പം കൂടുതൽ സമയം സന്തോഷമായിട്ടിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ബോസിനോട് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതായിരിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കളോട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ സമയം പറ്റുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള സ്ട്രെങ്ത് അത് പാസ്റ്റിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നു എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. എനിക്കിങ്ങനെ ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജിയാണ്. ശരിക്കും നിങ്ങൾ വിശ്വസിച്ചതിനേക്കാൾ സ്ട്രോങ് ആണ് നിങ്ങളെന്ന് ഈ സമയം മനസ്സിലാക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ റിലീസ് വന്നിട്ടുണ്ട്. ശരിക്കും വേണ്ടാത്ത എന്തോ കുറേ കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഒരു പക്ഷേ നിങ്ങൾ അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം, ചില ബാഡ് സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്ത് കളഞ്ഞ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ബാഡ് സിറ്റുവേഷൻസൊക്കെ റിലീസ് ചെയ്ത സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഓക്കെ ആണെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ വാർത്തകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങൾ ഏതോ ഒരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാവാം. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോകുന്നതാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ പുതിയൊരു കാര്യം നിങ്ങൾ ഇവിടെ തുടങ്ങുന്നുണ്ട്. അത്തരത്തിൽ എന്തോ ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫാമിലിയും ഒത്ത്, നിങ്ങളുടെ അടുത്ത ഫാമിലി മെമ്പേഴ്സും ഒത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമൊത്ത് ചില ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഒരു പക്ഷേ അതൊരു മാരേജ് ആവാം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ആവാം, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിംഗ് ആകാം. അത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില ആളുകളുമായി നിങ്ങൾ ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്ന ഒരു സാഹചര്യവും ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്.
അതുപോലെ ഇവിടെ 7 ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് എടുത്തു ചാടി ഒരു കാര്യങ്ങളും ഈ സമയം നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രേരണയിൽ നിങ്ങൾ പെടാതിരിക്കുക. ആവശ്യമില്ലാത്ത ഒരാളിനെയും ഈ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കയറ്റാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളോട് പല ഉപദേശങ്ങളും പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം അത് ലൈഫിലേക്ക് സ്വീകരിക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസ് നിങ്ങൾ കൂടുതലായും എടുക്കാതിരിക്കുക. അതായത് അവരുടെ നെഗറ്റീവ്സ് നമ്മൾ വഹിക്കുന്നത് കൊണ്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞുവല്ലോ. കാരണം നിങ്ങൾക്കിവിടെ മെറ്റീരിയൽ ലോസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ മൊബൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ പൈസയോ പേഴ്സോ ഒക്കെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് ഒരു സാധ്യത മാത്രമാണ്, ഇത് നഷ്ടപ്പെടും എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.